الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقا قال من يحيي العظام وهي رميم قل يحيي الذي أنشأها أول مرة وهو بكل خلق عليم. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ ഔദാര്യമായ ഹിദായത്ത് ലഭിച്ചവരാണ് നമ്മളൊക്കെ. പല ആളുകൾക്കും ലഭിക്കാത്തൊരു മഹത്തായ ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പടച്ച തമ്പുരാൻ്റെ വിജയത്തിലേക്കുള്ള സന്ദേശം ലഭിച്ച ആളുകളാണ് നമ്മൾ. ഈ സന്ദേശം ലഭിച്ചതിൻ്റെ യഥാർത്ഥ വിജയം കൈവരിക്കണമെങ്കിൽ നമുക്ക് പരലോകത്ത് സ്വർഗത്തിലെത്തണം. സ്വർഗത്തിലെത്തുമ്പോഴേ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ. ഇസ്ലാമിൻ്റെ 3 അടിസ്ഥാന ആശയങ്ങളാണ്: തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്തിനെ കുറിച്ച് സാമാന്യം എല്ലാവർക്കും നന്നായി അറിയാം. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏകത്വവും പരമാധികാരവും അവനുള്ള വിശ്വാസമൊക്കെ ഉൾക്കൊള്ളുന്നതാണ് തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും ഒക്കെയുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്ന് ആഖിറത്ത്, പരലോകത്തിലുള്ള വിശ്വാസമാണ്. ഇത് 3ഉം ഇസ്ലാമിൻ്റെ വളരെ സുപ്രധാനമായ അടിസ്ഥാനങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ ഇസ്ലാം ഒട്ടും പൂർണ്ണമല്ല, തീർത്തും അപൂർണമായി. തൗഹീദില്ലാണ്ട് ഇസ്ലാമില്ല. റിസാലത്തിനെ അംഗീകരിക്കാതെയും ഇസ്ലാം ഉണ്ടാവില്ല. പരലോകത്തെ നിഷേധിച്ചുകൊണ്ട് ഒട്ടും ഇസ്ലാം ഉണ്ടാവില്ല. ഇതിൽ ഈ പരലോകം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ 100 കണക്കിന് ആയത്തുകൾ, അല്ല 1000കണക്കിന് ആയത്തുകൾ പരലോകവുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ ഏത് പേജ് എടുത്ത് മറിച്ചാലും പരലോകത്തെക്കുറിച്ച സൂചനകൾ അതിൽ കാണാൻ സാധിക്കും.
വളരെ സവിസ്തരം വിസ്തരിച്ച് തന്നെ പരലോകത്ത് എന്താണ് നടക്കുന്നത്, എല്ലാ വിഷയങ്ങളെയും പരലോകവുമായി ബന്ധപ്പെടുത്തി ഖുർആൻ പറയുന്നത് കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് സാമാന്യമായി പരലോകത്തെക്കുറിച്ച് വേണ്ടത്ര അറിവില്ല. പരലോകമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, വിചാരണുണ്ട് എന്നതിൽ പരിമിതമാണ് സാമാന്യ മുസ്ലിങ്ങളുടെ അറിവ്. അതേസമയം പരലോകത്ത് എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്ന് ഖുർആൻ വിശദീകരിച്ചത് ശരിക്കും നമുക്കറിയണം, നാം മനസ്സിലാക്കണം. കാരണം അതിനെക്കുറിച്ച് ശരിയായ അറിവുണ്ടെങ്കിലേ നമ്മുടെ പരലോക യാത്ര ശരിയായ ദിശയിലായിത്തീരും. അപ്പോൾ നാളെ നമുക്ക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലൊരു കാര്യത്തിന് പോകേണ്ടതുണ്ടെങ്കിൽ ആ യാത്രയുടെ വിശദാംശങ്ങളൊക്കെ നമുക്കറിയണം. അല്ലാതെ വെറുതെ അങ്ങ് തെക്കോട്ട് നടന്നാൽ തിരുവനന്തപുരത്ത് എത്തൂല. ഏത് വാഹനത്തിൽ, ഏത് ട്രെയിനിൽ, എപ്പോൾ പോയി, എവിടെ പോയി, ആരെ പോയി കാണണം എന്നതിൻ്റെ കൃത്യമായ ധാരണ ഉണ്ടെങ്കിലേ ആ യാത്ര വിജയകരമാകും. നമ്മളെല്ലാവരും പോകേണ്ട യാത്രയാണ് പരലോക യാത്ര, ഉറപ്പാണത്. ആ പരലോക യാത്രക്ക് പോകുന്ന ആളുകളെന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് ആ പോണ വഴിയിലുള്ളത്, എന്തൊക്കെയാണ് ആ ലോകത്തുള്ളത്, അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുക, അവിടെ രക്ഷപ്പെടാനുള്ള വഴികൾ എന്തൊക്കെയാണ്, ഏത് സ്വഭാവത്തിലായിരിക്കും പരലോകം, ഇതിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള ഒരാൾക്ക് പരലോകയാത്ര സുഖകരമാകും. അതോടൊപ്പം പരലോകത്തേക്ക് പോകാനുള്ളവരെന്ന നിലക്ക് പരലോകം ഭംഗിയാക്കി തീർക്കാൻ ഇവിടെ എന്തൊക്കെ ചെയ്യണം, പരലോകം വിജയകരമായി തീരാൻ ദുനിയാവിൽ എന്തെല്ലാം പ്രവർത്തിക്കണം, അതിന് പരലോകത്തെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാകണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, മുസ്ലിം സമുദായത്തിലെ ഒരു സാധാരണക്കാരൻ കരുതുകയാണ് നരകം നമ്മൾക്കുള്ളതും സ്വർഗം സ്വർഗം നമുക്കുള്ളതും നരകം കാഫിരീറ്റിങ്ങൾക്കുള്ളതുമാണ്. ഇത്രേ ആൾക്ക് ധാരണയുള്ളൂ. നമ്മൾ മുസ്ലിമാണോ സ്വർഗം, നരകം എന്ന് പറയുന്നത് മുസ്ലിം മതത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർക്കുള്ളതാണ്. അതുകൊണ്ട് ഞാനൊക്കെ സ്വർഗത്തിലാണ്. മുസ്ലിമായാൽ സ്വർഗം കിട്ടും, ഉറപ്പാണ്. പിന്നെ കേട്ടിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായാലും സ്വർഗം ഉറപ്പായി, ഒരൊറ്റ വാക്കിനെ. ഇങ്ങനെ ധരിച്ച ഒരു മുസ്ലിം ആ ധാരണയിലായിരിക്കും ജീവിതത്തെ നയിക്കുക. അയാളോട് നിസ്കാരം കൃത്യമാക്കണം എന്ന് പറയുമ്പോൾ അയാൾക്ക് അതൊക്കെ ഒരു ഭാരമായി തോന്നുന്നു. എന്താ ഇപ്പം അതിൻ്റെ ആവശ്യം, ഞാൻ സ്വർഗത്തിൽ തന്നെയാണല്ലോ. ഈ ധാരണ അയാളിൽ ഉണ്ടായിത്തീരും. രണ്ടാമത്തെ ഒരു ധാരണ, തെറ്റായ ധാരണ വരെ നരകം ഉണ്ടാവും. ഇനി അഥവാ നരകത്തിൽ പോയാൽ തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ജൂതന്മാർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കാലൂലം തമസ്സനന്നാർ ഇല്ല അയ്യാമും മഅദൂദ, നരകം ഞങ്ങളെ തൊടൂല, ഞങ്ങളെ നരകം സ്പർശിക്കൂല. നരകം ജൂതന്മാരല്ലാത്തവർക്കുള്ളതാ, ഞങ്ങൾ യഹൂദന്മാർക്കുള്ളതാണ് സ്വർഗം. ഇനി അഥവാ വല്ല തെമ്മാടിത്തമോ പോക്കിർത്തരമോ ഒക്കെ കാണിച്ച് ധിക്കാരിയായി പോയാൽ ഇല്ല അയ്യാമം മാതൂത, ഒന്ന് പൊള്ളിച്ച് ഇങ്ങോട്ട് എടുക്കേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നരകത്തിൻ്റെ ഒരു ചൂടൊന്ന് തട്ടിയിട്ട് ഇങ്ങോട്ട് സ്വർഗത്തിൽ കാക്കും. ഇതാണ് യഹൂദന്മാരെ നാശത്തിലേക്ക് എത്തിച്ചത്. ഞാൻ പറഞ്ഞത് നല്ല ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതാണ് അവരെ നാശത്തിലെത്തിക്കാൻ അവരെ വിചാരം ഞങ്ങളാണ് സ്വർഗത്തിൽ, ബാക്കിയുള്ളവരൊക്കെ നരകത്തിലാണ്. ഇതേ വിശ്വാസം മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷത്തിനുമുണ്ട്. അവരുടെയൊക്കെ വിചാരം എന്താണെന്ന് പറഞ്ഞാൽ സ്വർഗം നമുക്കുള്ളതാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ജാതിയിൽപ്പെട്ട മുസ്ലിം ജാതിയിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ഉള്ളതാണ്. നരകം മുസ്ലിം ജാതിയിൽ പെടാത്തവർക്കുള്ളതാണ്.
പിന്നെ നന്നായിട്ടൊക്കെ അള്ളാഹുവിനെ അംഗീകരിച്ച സ്വർഗത്തിൽ നല്ല കാര്യങ്ങളൊക്കെ കിട്ടുക. അത്യാവശ്യം ഈ സ്വർഗം തന്നെ കിട്ടിയാൽ മതി എനിക്ക്. ഇതാണ് സാമാന്യ സമൂഹത്തിലെ മുസ്ലിങ്ങളുടെ ഒരു ധാരണ. വേറൊരു ധാരണ എന്താണെന്ന് പറഞ്ഞാൽ, ഇനി നരകം ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ യഹൂദന്മാരെ പോലെ തന്നെ നമുക്കൊക്കെ ഒരു ചെറിയ ശിക്ഷ ഉണ്ടാവുള്ളൂ. അതത്ര വലിയ പ്രശ്നമുള്ളതല്ല, പിന്നെ സ്വർഗത്തിലേക്ക് ഉണ്ടാക്കും. അതിനു വേണ്ടി ഇപ്പം ഈ ദുനിയാവിൽ കിടന്ന് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. സുബഹിക്ക് എണീക്കേണ്ട കാര്യമില്ല, ഈ പൈസ സക്കാത്ത് കൊടുത്ത് തീർക്കേണ്ട കാര്യമില്ല, ദീനനുസരിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് നമ്മുടെ പല ആളുകളുടെയും ധാരണ. ഇപ്പം ആൾക്കാർ മുസ്ലിം സമുദായത്തിൽ ജുമാക്കും പെരുന്നാക്കൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഇവരൊന്നും വഖ്ത് നിസ്കാരത്തിൽ പങ്കെടുക്കില്ല. അള്ളാഹുൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല വഖ്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാത്തത്. വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ ജുമാക്ക് പങ്കെടുത്തത്. ജുമാക്ക് പങ്കെടുത്തത് അള്ളയുണ്ടെന്ന് വിശ്വാസമുള്ളതുകൊണ്ടും നിസ്കരിക്കേണ്ടതെന്ന് വിശ്വാസമുള്ളതുകൊണ്ടും പരലോകമുണ്ടെന്ന് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഇവർ ജുമാക്ക് പങ്കെടുത്തത്. പക്ഷേ ഈ ജുമാക്ക് പങ്കെടുത്ത ആളുകൾ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണം, അതങ്ങനെ നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്വർഗം കിട്ടും. റസൂലുള്ളാഹിയുടെ കാലത്ത് ജുമാക്ക് എത്ര ആളുണ്ടോ അത്ര ആൾ തന്നെയാണ് വഖ്ത് നിസ്കാരത്തിൽ. അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈ നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ സ്വർഗം കിട്ടില്ല എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ പരലോകത്തെക്കുറിച്ച് വളരെ മിഥ്യാധാരണകളും തെറ്റായ വിശ്വാസങ്ങളും ശരിയായ കാഴ്ചപ്പാടില്ലായ്മയും നമ്മളെ നന്നായി ഭരിക്കുന്നു, നമ്മളെ നന്നായി മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് പരലോകം, പരലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടുത്തെ അവസ്ഥകൾ എന്താണ് എന്ന് ശരിക്ക് ഖുർആനിൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കൽ മുസ്ലിമായ നമുക്ക് ബാധ്യത ഉള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഏതാനും ഖുത്ബകളിലൂടെ പരലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ സവിസ്തരം കുറച്ച്, അത്യാവശ്യം മറ്റു വിഷയങ്ങൾ വരുമ്പോൾ അത് പറയാമെന്നല്ലാതെ ഈ വിഷയം കുറച്ച് സവിസ്തരമായ ഖുത്ബയിലൂടെ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് എനിക്ക് വേണ്ടി, തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി. മറ്റൊന്ന്, പരലോകത്തിൽ വിശ്വാസികൾ ദൃഢമായി വിശ്വസിക്കണം. ഉറപ്പാണ് പരലോകം. സൂറത്തുൽ ബഖറയിൽ മുത്തഖീങ്ങളെ കുറിച്ച് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ഉപകരിക്കുന്ന മുത്തഖീങ്ങൾ, ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഖുർആൻ പറഞ്ഞു അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും എന്നൊക്കെ പറഞ്ഞു. ആ ഭാഗം പറഞ്ഞതിന് ശേഷം വഹും ബിൽ ആഖിറത്തിഹിം യൂഖിനൂൻ, ആ മുത്തഖീങ്ങൾ പരലോകത്തിൽ യുഅ്മിനൂൻ എന്നല്ല യൂഖിനൂൻ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. ഉറച്ച് ദൃഢമായി വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. പരലോകമുണ്ട് എന്ന ഉറപ്പാണ്. ഞാനൊക്കെ ഈ വിദ്യാർത്ഥികളായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ധാരണയില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ ഉറച്ച ബോധ്യമൊന്നും കുട്ടികൾക്കില്ല. അപ്പോൾ പരലോകം ഉണ്ടാകുക തന്നെ ചെയ്യും, അതുറപ്പാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് വിശുദ്ധ ഖുർആനും ഇസ്ലാമും പഠിപ്പിക്കുന്നത്. ആൾക്കാർ നന്നാകാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ കഥയല്ല പരലോകം. ചില നിരീശ്വരവാദികളും ഇസ്ലാം വിരുദ്ധരായ ആളുകളും അങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട്. ഈ മതത്തിൽ പരലോകം എന്ന് പറയുന്നത് മനുഷ്യന്മാർ നന്നാകാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ കഥയാണ്. കള്ളുടിച്ചാൽ പടച്ചോൻ നരകത്തിൽ ശിക്ഷിക്കും, വ്യഭിചരിച്ചാൽ അള്ളാഹു നരകത്തിലിടും. അപ്പോൾ ആളുകൾ വ്യഭിചരിക്കാതിരിക്കാനും കള്ളുകുടിക്കാതിരിക്കാനും അക്രമം കാണിക്കാതിരിക്കാനൊക്കെ വേണ്ടി പറഞ്ഞുണ്ടാക്കിയൊരു പുതിയ പരിപാടിയാണ് മതത്തിനുള്ളിലെ പരലോകം എന്ന് പറയാറുണ്ട്. എന്നാൽ ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞു വന്നാറു ഹഖ്ഖുൻ വൽ ജന്നത്തു ഹഖ്ഖുൻ, നരകമുറപ്പാണ്, സ്വർഗമുറപ്പാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. വെറുതെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയൊരു കഥയല്ല പരലോകം, ഉറപ്പാണ്. അതിന് ഇസ്ലാം മനുഷ്യരുടെ മുമ്പിൽ ചില യുക്തിയും ബുദ്ധിയും ഒക്കെ വെക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇസ്ലാമുമായി വന്ന ഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ അള്ളയുണ്ട് എന്നൊക്കെ വിശ്വസിച്ചിരുന്നവരാ, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചിരുന്നവരാ. പക്ഷേ അള്ളാഹുവിന് പങ്കുകാരെ സമർപ്പിച്ചിരുന്നു. അള്ളാഹ് ഏകനാണ്, പക്ഷേ അള്ളാഹ്ക്ക് വേറെ ആളുണ്ട് എന്ന് വെച്ചിരുന്നു.
പക്ഷേ പരലോകത്തെക്കുറിച്ച് മക്ക മുശ്രിക്കുകൾ തീർത്തും നിഷേധികളായിരുന്നു. പരലോകം അതിനെക്കുറിച്ച് അവർക്കൊരു ധാരണയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പരലോകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവർ കളിയാക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇസ്ലാമിനെ അവതരിപ്പിച്ച മക്കയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചർച്ച പരലോകമായിരുന്നു. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. എന്തിനെക്കുറിച്ചാണ് അവർ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ മഹാദിവസത്തെക്കുറിച്ച്. പരലോകം അവരുടെ വലിയ വിഷയമായിരുന്നു, വലിയ ചർച്ചയായിരുന്നു പരലോകം. വയഖൂലൂന മത്താ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. മുസ്ലിമീങ്ങളോട് അവർ പറയും, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ആ പരലോകം എപ്പോഴാണ്? അപ്പോൾ പരലോകം അവരുടെ ഇടയിൽ വലിയ ചർച്ചയായിരുന്നു. കാരണം ഇസ്ലാം ഒരു പരലോകം മുന്നോട്ട് വച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമ്മളുടെ ഇടയിൽ തീരെ ചർച്ചയില്ലാത്ത കാര്യം പരലോകമാണ്. ഇപ്പം നമ്മൾ മെയ് മാസത്തിൽ നല്ല ചൂടുണ്ടായിരുന്നപ്പോൾ ചർച്ച ഉണ്ടായിരുന്നു. 40 ഡിഗ്രി ചൂടാകണം, എന്താപ്പത് 39 ഡിഗ്രി ചൂടിൽ പറ്റണില്ല, AC വെക്കണം, അത് ഇത് ഭയങ്കര ചർച്ചയായിരുന്നു നമ്മൾ ആൾക്കാർക്കിടയിൽ. പക്ഷേ 70 ഇരട്ടി നരകത്തിലെ ചൂടിനെ കുറിച്ച് ചർച്ചയില്ല. അങ്ങനെ ഒരു ചർച്ച നമ്മുടെ ഇടയിലും നമ്മുടെ വീടുകൾക്കുള്ളിലൊന്നും നടക്കുന്നില്ല. വലിയൊരു വിഷയമല്ലേ? 4 ദിവസം കഴിഞ്ഞാൽ മരിക്കാനുള്ളതാണ്, 2 ദിവസം കഴിഞ്ഞാൽ മരിക്കാനുള്ളതാണ്. പിന്നീട് നമ്മൾ ഈ പരലോകത്താണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇസ്ലാം വളരെ വ്യക്തമായൊരു നരകശിക്ഷയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പറയുന്നുണ്ടെങ്കിൽ അതൊരു വിഷയമാണല്ലോ. അപ്പോൾ ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞത്, ആ ചർച്ചക്കിടയിൽ പറഞ്ഞത് പരലോകം ഉണ്ടാവുക തന്നെ ചെയ്യും. അതൊരു സംശയത്തിലല്ല അവതരിപ്പിച്ചത്. അതിനൊന്നാമത് ഇസ്ലാം പറഞ്ഞൊരു യുക്തി, ഇത്രയും വലിയ ആകാശലോകത്തെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹ്ക്ക് ഒരു പരലോകം സൃഷ്ടിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? അല്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖലാഖുൽ അലീം. ഇത്രയും വലിയ ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹു കഴിവുള്ളവനല്ലേ അതുപോലെ ഒരു ലോകം സൃഷ്ടിക്കാൻ? വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. നമുക്ക് ഉപമസെങ്കിൽ മനുഷ്യന്മാരെ പോലെ അള്ളാഹിനെ കണ്ടിട്ട് അവർ ചോദിക്കുകയാണ്, നമ്മളുടെ എല്ലുകളൊക്കെ നുരുമ്പിച്ച് മണ്ണായി കഴിഞ്ഞാൽ ആരാണ് നമ്മളെ രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കുക? ഖുൽ പറയണം, യുഹ്യിയല്ലദീ അൻശഅഹ അവ്വല മർറ. ആദ്യത്തെ തവണ ആരാണോ നിങ്ങളെ പടച്ചത് അള്ളാഹ്ക്ക് എന്താ നിങ്ങളെ രണ്ടാമത് പടക്കാൻ പ്രയാസം? ഒന്നുമില്ലാത്തയിടത്ത് നിന്ന് നമ്മളെ ആദ്യമായി പടച്ച് സൃഷ്ടിച്ച അള്ളാഹു തആലക്ക് നമ്മളെ രണ്ടാമത് സൃഷ്ടിക്കാൻ വല്ല പ്രയാസമുണ്ടോ? നിങ്ങൾ നോക്കിയേ, ലോകത്ത് 800 കോടി മനുഷ്യർ, 10,000 കോടി മനുഷ്യർ മരിച്ചുപോയി. ഇവരെയൊക്കെ ഒരാൾക്കും മറ്റൊരാളെപ്പോലെ ഒന്നില്ലാത്ത വിധം വ്യത്യസ്തമായി അള്ളാഹു തആല സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഈ കണ്ട 10,000 കോടി മനുഷ്യരുടെ മുടി, എല്ല്, പല്ല് ഒക്കെ വ്യത്യസ്തമാണ്. ഇങ്ങനെ സൃഷ്ടിക്കാൻ കഴിവുള്ള അള്ളാഹ്ക്ക് ഈ മനുഷ്യന്മാരെ രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കാൻ എന്താ പ്രയാസം? ആരാണ് നമ്മളെ രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കുക എന്ന് ചോദിക്കുന്നവരോട് ഖുർആൻ തിരിച്ചു ചോദിച്ചു, ആദ്യം നിങ്ങൾ ആരാ സൃഷ്ടിച്ചത്? ആദ്യം നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലല്ലേ? അള്ളാഹ്ക്ക് എന്താ നിങ്ങളെ രണ്ടാമത് സൃഷ്ടിക്കാൻ പ്രയാസം? നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്ക്, ഖുർആൻ പറയാണ്, വസ്സമാഇ ദാത്തിർ റജാ വൽ അർളി ദാത്തിസ് സദാ. പിളരുന്ന മഴ വർഷിക്കുന്ന ആകാശമാണ്, പിളരുന്ന ഭൂമിയാണ്. മഴ വർഷിക്കുന്ന ആകാശം നമുക്കൊരു മെസ്സേജ് നൽകുന്നുണ്ട്. ഇപ്പം ഈ പെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളം കുറച്ച് ദിവസങ്ങൾക്കോ നാളുകൾക്കോ മുമ്പ് സമുദ്രത്തിലും മറ്റുണ്ടായിരുന്ന വെള്ളം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി മേഘങ്ങളായി ഘനീഭവിച്ച് മഴത്തുള്ളിയായി പെയ്യാണ്. വീണ്ടും അത് അങ്ങനെ ആയിത്തീരുന്നു. ഇതിനെ ഉദാഹരിച്ചിട്ട് ഖുർആൻ പറഞ്ഞു, ജലഗണികകളെ നീരാവിയാക്കി മേഘങ്ങളാക്കി വീണ്ടും മഴയാക്കി പെയ്യിച്ചതുപോലെ ഒരിക്കൽ ജനിച്ച നിങ്ങളെ മരിപ്പിക്കാനും വീണ്ടും ജനിപ്പിക്കാനും അള്ളാഹ്ക്ക് സാധിക്കും. മാറ്റങ്ങൾ ഈ പ്രപഞ്ചത്തിലില്ലേ? ഈ പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ കാണുന്നില്ലേ? പ്രകടമായ ജീവന്റെ ലക്ഷണമില്ലാത്ത ചില സൂചനകളിലുണ്ട് എന്ന് പറയപ്പെടാം. ലക്ഷണമില്ലാത്ത ഒരു വിത്ത് മണ്ണിനടിയിൽ കുഴിച്ചിട്ടാൽ
ആ മണ്ണിനെ പിളർത്തി ആ വിത്തിൻ്റെ ബീജപത്രം ഭൂമിയിലേക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? തെങ്ങിന് ജീവനുണ്ട്, തേങ്ങയ്ക്ക് ജീവൻ്റെ ചില അംശങ്ങളുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ പ്രകടമായ ജീവൻ്റെ ലക്ഷണമില്ലാത്ത തേങ്ങ അനുകൂലമായ സാഹചര്യം കിട്ടിയപ്പോൾ മണ്ണിനെ പിളർത്തി തെങ്ങിൻ്റെ ബീജപത്രങ്ങൾ ഭൂമിയിലേക്ക് പുറത്തേക്ക് വരുന്നത് പോലെ ഒരിക്കൽ മരിച്ച നിങ്ങളെ രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കാൻ അള്ളാഹ്ക്ക് സാധിക്കും. അള്ളാഹു തആല പറഞ്ഞു, ഈ ആകാശഭൂമികളെ സൃഷ്ടിക്കലാണോ നിങ്ങളെ സൃഷ്ടിക്കലാണോ അക്ബർ വലുത്? നിങ്ങളെ സൃഷ്ടിക്കലല്ലേ, അതിനേക്കാൾ വലിയ ലോകത്തെ സൃഷ്ടിച്ചിട്ടില്ലേ? പടച്ചോന് നമ്മളെ രണ്ടാമത് സൃഷ്ടിക്കാനും ഒരു പരലോകം സൃഷ്ടിക്കാനും കഴിവുണ്ടോ നിങ്ങൾ എങ്ങനെ സംശയിക്കണത്? കോടാനു കോടി എണ്ണമറ്റ നക്ഷത്രഗോളങ്ങളെ അത്യത്ഭുതകരമായി സൃഷ്ടിച്ച പടച്ചതമ്പുരാന് പരലോകം സൃഷ്ടിക്കാൻ എന്ത് പ്രയാസ? അതുകൊണ്ട് അള്ളാഹുവിനെ പരലോകത്തെ നിഷേധിക്കുന്നതിന് ഒരു യുക്തിയുമില്ല, ഒരടിസ്ഥാനവുമില്ല. മറ്റൊരു കാര്യം ഖുർആൻ പറഞ്ഞ് ഇസ്ലാം പഠിപ്പിച്ചത്, ജനിക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു ജീവിതം ഞാനും നിങ്ങളും പ്രതീക്ഷിച്ചിട്ടുണ്ടാ? പൊന്നാനിയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന വാപ്പാട് ഇന്ന ഉമ്മയുടെ മോനായിട്ട് ജനിക്കുന്നു നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ച് ജനിച്ചതാണോ? നമുക്കാർക്കെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച ശരീരം കിട്ടിയിട്ടുണ്ടോ? നമ്മളാരും പ്രതീക്ഷിച്ച ബുദ്ധി കഴിവും യോഗ്യതയും ലഭിച്ചിട്ടുണ്ടോ? ജനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്ത മനുഷ്യന് മരിച്ചതിന് ശേഷം മറ്റൊരു ജീവിതം ഉണ്ടാവുക ഇല്ല എന്ന് പറയാൻ എന്ത് തെളിവ്? ജനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്ത ആൾക്ക് ഇനി മരിച്ചാൽ ഉണ്ടാവില്ല എങ്ങനെ പറയാം? മരിച്ചാൽ പിന്നെ ഉണ്ടാവില്ല എന്ന് പറയാൻ അവൻ്റെ പക്കൽ എന്ത് തെളിവാണുള്ളത്? എന്ന് പറഞ്ഞാൽ ചുരുക്കം പരലോകം ഉറപ്പാണ്. പരലോകം സംഭവിക്കുക തന്നെ ചെയ്യും. എന്ന് മാത്രമല്ല, ആ പരലോകത്ത് നിഷേധിക്കുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഇപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നിരീക്ഷിച്ചാൽ എവിടെയോ ഇങ്ങനെ ഒരു അനുകൂലമായൊരു ഭൂമിഗോളം വന്നപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ പാർക്കാൻ വന്നൊന്നുമല്ല. നമ്മളവിടെ ജീവിപ്പിക്കാൻ വേണ്ടി ഭൂമി അല്ലാഹു തആല സെറ്റ് ചെയ്തതാണ്. ഈ ഭൂമിക്ക് അനുകൂലമായ ഒരു ഘടകവും വേറെ ഒരു ഗോളത്തിലുമില്ല. ഈ തൊട്ടടുത്ത് നമ്മളോട് ചേർന്ന് കിടക്കുന്ന ചന്ദ്രനിൽ പോലും വായുവില്ല, അന്തരീക്ഷമില്ല, ഒന്നുമില്ല. ചൂടനുകൂലമല്ല, തണുപ്പനുകൂലമല്ല, രാവനുകൂലമല്ല, പകലനുകൂലമല്ല. ജീവിക്കാൻ പറ്റിയ ഒരു ഘടകവും ഈ ചന്ദ്രനിൽ പോലും ഇല്ല എന്ന് മാത്രമല്ല, മനുഷ്യൻ ഇന്നറിഞ്ഞ കോടാനുകോടി ഗോളങ്ങളിൽ ഒന്നിലും മനുഷ്യന് ജീവിക്കാൻ പറ്റിയ സാഹചര്യമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ വേറെ യൂണിവേഴ്സ് ഉണ്ടാവും, അവിടെ വേറെ ഭൂമി ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് മാത്രമല്ലാതെ അറിഞ്ഞിടത്തോളം ഇല്ല. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും അല്ലാഹു തആല ഒരുക്കി തന്നു. അഥവാ ഈ ഭൂമിയിലെ ജീവിതം അവിചാരിതമായി സംഭവിച്ചതല്ല, അല്ലാഹ് പ്ലാൻ ചെയ്ത് രൂപപ്പെടുത്തിയതാണ്. ആ പ്ലാനിങ്ങിന് ശേഷം പിന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്ന കിരാതന്മാർ, ധിക്കാരികളായ ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. ഈ ലോകത്ത് ഒരു രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മൊത്ത സമ്പത്തിനേക്കാൾ വലിയ സമ്പത്തോടു കൂടി സുഭിക്ഷതയിൽ ജീവിച്ചവരുണ്ടായിട്ടുണ്ട്. ഈ ലോകത്ത് പട്ടിണിയും പരിവട്ടവും കഷ്ടപ്പാടുമായി ജീവിച്ചവരുമുണ്ട്. പലസ്തീനിലെ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച് ഉമ്മാട് അമ്മിഞ്ഞപ്പാൽ കുടിക്കുമ്പോൾ ലോകത്തിലെ ഭീകരരാഷ്ട്രത്തിൻ്റെ മിസൈൽ പതിച്ച് മരിച്ചു വീണവരുണ്ട്. ഇതൊക്കെ എങ്ങനെ നീതിയാവും? ഇവർക്കൊക്കെ നീതി കിട്ടുന്ന ഒരു ലോകമുണ്ടാവുക എന്നത് ഈ ജീവിതഘടനയുടെ ഒരു പരിമിതി, ഈ ജീവിതഘടനയുടെ ഒരു അവസാനം ഉണ്ടായിത്തീരേണ്ട ഒരു പരിണിതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉറപ്പാണ് ഉണ്ടാവും. ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നവൻ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. നന്മ മാത്രം പ്രതീക്ഷിച്ച് ജനങ്ങൾക്ക് സേവനം ചെയ്യുകയും നന്മ ചെയ്തവർക്കും പ്രതിഫലം കിട്ടേണ്ടതുണ്ട്. അഥവാ ഒരു പരലോകം മനുഷ്യബുദ്ധിക്ക് യോജിച്ചതാണ്, അതുണ്ടാവുക തന്നെ വേണം. അതേസമയം പരലോകത്തെ നിഷേധിച്ചിട്ട് എന്താ? പരലോകത്തിന് വിശ്വസിച്ച് നമുക്ക് എന്ത് നഷ്ടമുള്ളത്? നമ്മളോട് അല്ലാഹ് പറയാണ്, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾക്ക് ഇനിയൊരു സ്വർഗ്ഗം ഉണ്ട് എന്ന് പറഞ്ഞ് ഇത്ര ടെൻഷൻ അടിക്കണം. സ്വർഗ്ഗം കിട്ടാനുള്ളതല്ലേ നമുക്ക്? ഈ വഴിക്ക് പോയിക്കോടി, അവിടെ ഒരു സ്വർഗ്ഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമില്ലേ? പക്ഷേ ഈ വഴിക്ക് പോകണ്ട, അവിടെ ഒരു നരകം ഉണ്ട് എന്ന് നേരത്തെ അറിയിച്ചു തന്നെങ്കിൽ അതിനേക്കാൾ നല്ല കാര്യമില്ലേ?
എന്നിട്ട് ഈ നരകത്തിൻ്റെ വഴിക്ക് പോകണമെന്ന് ആഗ്രഹിക്കണോ, പരലോകം വേണ്ട വേണ്ടാന്ന് വിചാരിക്കണത് എന്തൊരു പൊട്ടത്തരാ! എന്തൊരു സുഖജീവിതം അല്ലാഹ് നമുക്ക് തന്നത്. ഈ ജീവിതം പണ്ടാരെങ്കിലും നമ്മൾ ചെയ്തു കൊടുത്തതിൻ്റെ പ്രതിഫലമായിട്ട് കിട്ടിയതല്ലല്ലോ. ഭൂമിയിൽ 10 സെൻറ്റ് ഭൂമി നമുക്ക് കിട്ടിയത് പണ്ട് ഭൂമിക്ക് കാശ് കൊടുത്തതിൻ്റെ പേരിൽ കിട്ടിയതല്ലല്ലോ. ഈ ജീവിതം നമ്മുടെ ഈ ശരീരത്തിന് കണ്ണും കയ്യും കാലും കാതും മൂക്കും കിട്ടിയത് നമ്മൾ പണ്ടെങ്ങോ അള്ളാഹ്ക്ക് എന്തോ എഴുതി കൊടുത്തതിന് പകരം കിട്ടിയതല്ലല്ലോ. അള്ളാഹുവിൻ്റെ ദാനമായി കിട്ടിയ ജീവിതം, ആ ജീവിതം നമുക്ക് ഇനിയും കിട്ടിക്കൂടാന്നൊരു തെളിവില്ല. ഇനിയും കിട്ടും, അതിനേക്കാൾ വലുത് എന്ന് അള്ളാഹ് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയും. അതേസമയം പരലോകത്തെ നിഷേധിച്ചിട്ട് എന്താ കിട്ടുക? പരലോകത്തെ നിഷേധിക്കുന്നതുകൊണ്ട് അരാജകത്തല്ലേ ഉണ്ടാവുക? ഇപ്പം ഞാൻ പറഞ്ഞു, ഈ സദസ്സിലുള്ളവരൊന്നും മദ്യപിക്കൂല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിൽ ഇതുപോലൊരു സദസ്സിനെ ഇരുത്തിയിട്ട് ഇവരാരും മദ്യപിക്കൂല എന്ന് പറയണമെങ്കിൽ വിശ്വാസി സമൂഹത്തിനെ കഴിയും. വിശ്വാസി സമൂഹത്തിനെ കഴിയും. കാരണം മദ്യപിച്ചാൽ അള്ളാഹ് കാണും, അള്ളാഹിനോട് ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധമാണ് ഈ നന്മയിലേക്ക് മനുഷ്യരെ നയിച്ചത്. അഥവാ പരലോകബോധം പടച്ചോനെക്കുറിച്ച ചിന്ത ഉണ്ടാക്കുന്നു, അള്ളാഹുടെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധമുണ്ടാക്കുന്നു. അത് മനുഷ്യ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്നു. തിന്മകളിൽ നിന്ന് മനുഷ്യരെ തടയുന്നു പരലോകബോധം. അള്ളാഹിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് ഇച്ഛകളെ നിയന്ത്രിക്കുന്ന അവർക്കുള്ളതാണ് സ്വർഗം. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ ആയ സമയം എനിക്കാരോടും കണക്ക് പറയേണ്ടതില്ല, ഞാനാരുടെ മുമ്പിൽ ഉത്തരം പറയേണ്ടതില്ല. എനിക്കെൻ്റെ ജീവിതം എനിക്ക് ആസ്വദിക്കണം, എനിക്ക് സൂഹിക്കണം എന്നാണ് മനുഷ്യന്മാർ മൊത്തം തീരുമാനിച്ചിരുന്നതെങ്കിൽ ഇവിടെ എന്ത് നന്മയുണ്ടാകുക? എന്തൊരു അരാജകത്വമായിരിക്കും ഈ ലോകത്ത്. പരലോകത്തെ നിഷേധിക്കുന്നവൻ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ വിശ്വസിച്ചു പോയ പരലോക വിശ്വാസത്തിൻ്റെ അംശം കൊണ്ടാണ് ഈ ലോകം നന്മയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ രാജ്യത്ത് കുഴപ്പമില്ലേ? അതുകൊണ്ടാണ് കവി പാടിയത്, ഖാലൽ മുനജ്ജിമു വത്തബീബു ഖിലാഹുമാ ഖലാലൻ യുബാസൽ മൗത്ത് ഫഖുൽതു ഇലൈഹിമാ ഇൻ സഖ ഖൗലുകുമാ ഫലസ്തു ബിഖാസിരി ഇൻ സഖ ഖൗലി ഫഖാസിറു അലൈക്കുമാ. ചില ഗണിതശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ അവരൊക്കെ എന്നോട് പറഞ്ഞു, ഇനി ലോകം പുനരുജ്ജീവിപ്പിക്കൂല. ഞാൻ അവരോട് എല്ലാ യുക്തിയും മറുപടികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം ഞാനൊരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ പോലെ ലോകം പുനരുജ്ജീവിപ്പിച്ചില്ല എന്ന് വിചാരിക്കുക, ഫലസ്തു ബിഖാസിരി, എനിക്കൊരു നഷ്ടമില്ല. ഞാനും നിങ്ങളെപ്പോലെ ദുനിയാവിൽ ജീവിച്ചു, എനിക്കെന്താ നഷ്ടം ഉണ്ടായത്? പരലോകം ഉണ്ട് വിചാരിച്ചിട്ട് എനിക്കെന്ത് നഷ്ടം ഉണ്ടായത്? ഒരു നഷ്ടം ഉണ്ടായില്ല. കള്ളു കുടിച്ച് വഴി കിടക്കേണ്ടി വന്നിട്ടില്ല, വ്യഭിചരിച്ച് കുടുംബജീവിതം താറുമാറാകേണ്ടി വന്നിട്ടില്ല. ഞാൻ പരലോകമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് എനിക്കൊരു നഷ്ടമില്ല. പക്ഷേ ഇൻസഖ കൗലി, ഞാൻ പറയുന്ന പോലെ പരലോകം ഉണ്ടെങ്കിൽ അതിനെ നിഷേധിച്ച നിങ്ങൾ ഫഹാസിറു അലൈക്കുമോ, നിങ്ങൾ രണ്ടുപേരും ശരിക്കും ദുഃഖിക്കേണ്ടി വരും. ആ പരലോക നിഷേധം കൊണ്ട് യാതൊരു ഗുണവും നമുക്കില്ല. ഞാൻ ഈ വിഷയത്തിന് ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് പരലോകം ഉറപ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഒരു മുഖ്യ ലക്ഷ്യം എന്തായിരിക്കണം? നാളെ അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ലക്ഷ്യമായിരിക്കണം. അവിടേക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. സന്തോഷത്തോടു കൂടി മരിച്ചു പോകാൻ നമുക്ക് കഴിയണം. ഏത് സെക്കൻഡിലും മരണത്തെ അഭിമുഖീകരിക്കാനുള്ളവരാണ് നമ്മൾ. ഒരു ഗ്യാരണ്ടിയും 21-ാം നൂറ്റാണ്ടായിട്ടും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. നാളെ ജീവിക്കുന്ന ഉറപ്പുള്ള ഒരൊറ്റ മനുഷ്യനും ഈ സദസ്സിൽ ഞാനും നിങ്ങളും ഇല്ല. പക്ഷേ അത്രയും ജീവിതത്തിൽ നിസ്സാരത അനുഭവിക്കുന്ന നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒന്നായിട്ട് പരലോകം മാറണം. അതിനുവേണ്ടി പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ജനിച്ചപ്പോൾ കരഞ്ഞിട്ടാണ് വന്നതെങ്കിൽ മരിച്ചിട്ട് പോകുമ്പോൾ പരലോകത്തേക്ക് വേണ്ട നല്ല വിഭവങ്ങൾ ഒരുക്കി സന്തോഷത്തോടെ പോകാൻ നമുക്ക് പറ്റണം. വലത്തുക്ക ഉമ്മുക്ക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ
ഫിഹാലി മൗതിക ളാഹികം മസ്റൂറാ. കവി വളരെ ഹൃദയത്തിൽ തട്ടി പറയാം, നീ നിൻ്റെ ജീവിതത്തിന് വേണ്ടി പണിയെടുക്കണം, നന്നായി അധ്വാനിക്കണം. ഏതുപോലെ? നീ ജനിച്ചപ്പോൾ നിൻ്റെ ചുറ്റും നിന്നവർ, നീ ജനിച്ച സന്ദർഭത്തിൽ നീ കരഞ്ഞപ്പോൾ നിൻ്റെ ചുറ്റും നിന്നവരൊക്കെ സന്തോഷിച്ചു. ലോകത്ത് ഒരാൾ കരയുമ്പോൾ മറ്റുള്ളവർ സന്തോഷിക്കുന്ന രംഗം അതാണ്. കുട്ടി കരഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തോഷിക്കുന്നത്. കുട്ടി കരഞ്ഞപ്പോൾ ചുറ്റും നിൽക്കുന്നവരൊക്കെ സന്തോഷിച്ചു. അതുകൊണ്ട് ഫജ്ഹദ് നഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫിഹാലി മൗതിക ളാഹികം മസ്റൂറാ. നീ നിൻ്റെ നഫ്സിന് വേണ്ടി പണിയെടുക്കണം. നിൻ്റെ ചുറ്റും നിൻ്റെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും നീ വിയോഗത്തിലേക്ക് പോവുകയാണല്ലോ എന്നോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിച്ച് സന്തോഷത്തോടു കൂടി പരലോകത്തേക്ക് പോകാൻ വേണ്ടി നീ പണിയെടുക്കണം എന്ന് കവി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പരലോകം നല്ല യഖീനായ, നല്ല ബോധ്യമുള്ളൊരു വിശ്വാസമാക്കി ഞാനും നിങ്ങളും മാറ്റിയെടുത്താൽ അത് നമ്മുടെ ജീവിതത്തിലൊക്കെ സ്വാധീനിക്കും. അത് നമ്മുടെ നമസ്കാരത്തെ സ്വാധീനിക്കും, നമ്മുടെ ഇബാദത്തുകളെ സ്വാധീനിക്കും, നമ്മുടെ സദഖയെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പെരുമാറ്റത്തെ ഒക്കെ എല്ലാം പരലോകത്തേക്ക് കണ്ണി ചേർത്ത് കണക്ട് ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ വളരെ സവിസ്തരമായി തന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ എന്താണ് പരലോകം, എന്താണ് മരണം, എന്താണ് മഹ്ശറയിൽ നടക്കുന്നത്, എന്താണ് ഖബറിലുള്ളത്, എങ്ങനെയാണ് ഹിസാബ്, എന്താണ് സിറാത്ത് പാലം, എന്താണ് നരകം, എന്താണ് സ്വർഗം, എന്താണ് നമ്മുടെ കിതാബ്, ഇതിനെക്കുറിച്ച് മുഅ്മിനീങ്ങൾ എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് ശരിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ആ കുത്തുബകൾ ആ തുടർച്ച വിട്ടുപോകാതെ കേൾക്കാനും അത് ഉൾക്കൊള്ളാനും എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ഈ പരലോകം നമ്മുടെ ഇടയിൽ ചർച്ചയാകണം എപ്പോഴും, നമ്മുടെ കുടുംബത്തിൽ ചർച്ചയാകണം എപ്പോഴും. മുതിർന്ന ആളുകളൊക്കെ നമ്മുടെ കുട്ടികളെ പരലോകം ഓർമ്മപ്പെടുത്തണം. മോനെ, നീ ഒറ്റയ്ക്കായിരിക്കും അവിടെ. നമ്മുടെ ഭാര്യയോട് ഇടയ്ക്ക് പറയണം, നീ ഒറ്റയ്ക്കായിരിക്കും, ഞാൻ ഉണ്ടാവില്ല. നമ്മളും നമ്മളോട് ഇടയ്ക്ക് പറയണം, ഞാൻ ഒറ്റയ്ക്കായിരിക്കും. അതേപോലെ പരലോകത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ചൊക്കെ ഇടയ്ക്ക് നമുക്കിടയിൽ ഉപദേശങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. അത് ജീവിതത്തിന് കരുത്തും ശക്തിയും നൽകും. പരലോകത്തിനെ കുറിച്ച് പേടിക്കുന്നതിനേക്കാളപ്പുറം നമ്മുടെ ഒരു മനസ്സെങ്ങനെയെന്ന് പറഞ്ഞാൽ ഖുർആൻ വിശദീകരിച്ചത് യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത്ത് റബ്ബി. വിശ്വാസിയുടെ ഒരു മനസ്സ് ഖുർആൻ പറഞ്ഞിച്ചത് അങ്ങനെയാണ്. സൂറത്ത് സുമറിൽ കാണാം, യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത്ത് റബ്ബി. പരലോകത്തെക്കുറിച്ച ഒരു ജാഗ്രതാബോധം. ഞാൻ നിസ്സാരക്കാരനല്ല, റബ്ബിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടവനാണ്. പരലോകത്തെക്കുറിച്ച ജാഗ്രതാബോധം. എന്നാലോ വയർജു റഹ്മത്ത് റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ. ഇത് രണ്ടും കൂടി ചേർന്ന ഒരു മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. എൻ്റെ റബ്ബിനെ കൈവിടൂല, എൻ്റെ റബ്ബ് എനിക്ക് സ്വർഗം തരും. എന്നാലും ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ വരണം, വമൻ യഅ്മൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. തെറ്റാണെങ്കിൽ അതവിടെ കാണും.
ഒരു നന്മ നമ്മൾ ചെയ്തു, ആരുടെ അപ്രീഷിയേഷൻ കിട്ടിയില്ലെങ്കിലും നമുക്ക് വിചാരിക്കണം അല്ലാഹു തആല അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടലിൻ്റെ മനസ്സായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിതം ഹൃദയത്തിൽ പരലോകബോധമുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അവിടെ എന്തൊക്കെ ദുനിയാവ് നേടിയിട്ട് നരകത്തിൽ പോയാൽ പോയി കാര്യം. ദുനിയാവ് ഒന്നും നേടിയില്ല, പക്ഷേ സ്വർഗത്തിലെത്തിയാൽ രക്ഷപ്പെട്ടു. ജീവിതത്തിൻ്റെ വിജയം അവിടെയാണ്. ഫമൻ സുഹ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുന്നവരാരോ അവരാണ് വിജയിച്ച ആളുകൾ. ആ വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പരലോകത്ത് വിജയം കൈവരിക്കുന്ന വിശ്വാസികളെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണേ. റബ്ബേ, ഞങ്ങൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകണേ. കഠിനകഠോരമായ നരകശിക്ഷയിൽ നിന്ന്